ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറ്റസമ്മതം നടത്തുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എസ്രാ 10-ാം അധ്യായം 11-ാം വാക്യം. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപം ഏറ്റുപറയുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരത്തികളോടും വേർപെടുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം അവനോട് ഏറ്റുപറയുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നുവെന്ന് തിരുവെഴുത്തു പറയുന്നു. കർത്താവായ ദൈവം നമ്മുടെ അധരങ്ങളുടെ ത്യാഗം ആഗ്രഹിക്കുന്നു. പ്രഖ്യാപനവും ഏറ്റുപറച്ചിലും. ഏറ്റുപറച്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പാപം ഏറ്റുപറയലാണ്. നാം കർത്താവിനെതിരെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂടിവെക്കുകയും ഹൃദയം കഠിനമാക്കുകയും ചെയ്യരുത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, തങ്ങളുടെ പാപങ്ങൾ മറയ്ക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കുകയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് കാരണമാകും. ഞാൻ പാപം ചെയ്തു, കർത്താവിനെ ദുഃഖിപ്പിച്ചു എന്ന് ഹൃദയഭാരത്തോടെ ആത്മാർത്ഥമായി അനുദപിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നവനായി നമ്മുടെ അടുത്തേക്ക് വരുന്നു. കാൽവറിയിലെ തന്റെ രക്തം അവൻ നമ്മുടെ മേൽ ചൊരിയുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. ഇത് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-9 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞതായി യെസ്രയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിങ്കിലേക്ക് തിരിക്കാനും ദൈവേഷ്ടം ചെയ്യാനും അവന് ഇഷ്ടമുള്ളത് ചെയ്യാനും തീരുമാനിച്ചു. അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചും അവിഹിത ബന്ധം പുലർത്തിയും പാപം ചെയ്തതുകൊണ്ടാണ് അവർ ഇത് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ മറച്ചുവെക്കാതെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപഭാരം നീങ്ങിപ്പോകുകയും ദൈവസ്നേഹം നമ്മിൽ ചൊരിയുകയും ചെയ്യുന്നു. ചിലർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാത്തതിനാൽ രോഗം അവരെ പിന്തുടരുന്നു. അവർ മന്ത്രവാദത്തിന്റെ പിടിയിലാണ്. തങ്ങളെ തന്നെ സ്വതന്ത്രരാക്കാൻ അവർക്ക് കഴിയുന്നില്ല. യാക്കോബ് പറയുന്നു, നിങ്ങളുടെ തെറ്റുകൾ അന്യോന്യം ഏറ്റുപറഞ്ഞ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാൻ അന്യോന്യം പ്രാർത്ഥിക്കുവീനെന്ന്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കുമെന്ന്. ഇത് യാക്കോബ് 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. കുമ്പസാരം എന്നാൽ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ മാത്രമാണെന്ന് നിങ്ങൾ കരുതരുത്. കുമ്പസാരത്തിന് മറ്റൊരു ഭാഗമുണ്ട്. അത് വിശ്വാസത്തിന്റെ കുമ്പസാരമാണ്. കർത്താവിൽ നിങ്ങൾ ആരാണെന്ന് സന്തോഷത്തോടെ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ വഴിയിൽ വരുന്ന പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നിങ്ങൾ ധൈര്യത്തോടെ പ്രഖ്യാപിക്കണം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എനിക്ക് വേണ്ടി ഉള്ളതിനാൽ ഞാൻ ഇത് അറിയുന്നു എന്ന് സങ്കീർത്തനം 56-ാം അധ്യായം 4-9 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വാസം ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ ശക്തിപ്പെടും. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ശക്തരാകും. അപ്പോൾ നിങ്ങൾ വിജയികളായി തീരുകയും വിശുദ്ധിയിൽ പുരോഗമിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോബ് 22, 23, 24 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം. ആമേൻ. 1-ാം അധ്യായം.